കൃഷി ഓഫീസ് തിരുനാവായിൽ നിന്നും മാറ്റാനുള്ള ശ്രമത്തിനെതിരെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വെള്ളാടത്ത് മൊയ്തീൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നിരവധി കർഷകർ പിന്തുണയർപ്പിക്കാനെത്തി. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കർഷകർ പങ്കെടുക്കുന്ന ശക്തമായ സമരമുണ്ടാകുമെന്ന് കർഷകർ പറഞ്ഞു. പുതിയ കൃഷി ഓഫീസ് കെട്ടിടത്തിനായി കണ്ടെത്തിയ സ്ഥലം മണ്ണ് പരിശോധനയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്ന റിപ്പോർട്ടിന്റെ കാരണം പറഞ്ഞാണ് നിർമ്മാണ സ്ഥലം മാറ്റാനൊരുങ്ങുന്നത്. ഇതിനോടനുബന്ധിച്ച സ്ഥലത്ത് റെയിൽ പാലം ഉൾപ്പെടെ പല നിർമ്മാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെന്നും അതിനാൽ പരിശോധന കൃത്യമല്ലെന്നും വീണ്ടും പരിശോധന നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇന്ന് പിതാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരം എന്ന ഒരു നോട്ടീസ് 5 ദിവസം മുന്നേ കൊടുത്തിരുന്നു. അതിന് യാതൊരു മറുപടിയും കിട്ടിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്യാൻ പോകും. ഒറ്റയാൻ സമരം. ഇത് പറയാൻ കാരണം ഈ സമരം നടത്തുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാരണം അകാരണമായി നമ്പർ അനുവദിക്കാതെ തടഞ്ഞു വെച്ച പാവങ്ങളുടെ വീടിന് നമ്പർ അനുവദിക്കുക. 1. രണ്ടാമത് ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കുക. ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ 1 നമ്പറിങ് നടത്തുന്നില്ല. 2 ഏറ്റവും വലിയൊരു പ്രശ്നം 11 മെമ്പർമാർ LDF-ന് UDF-നുള്ള ഒരു മേഖലയാണിത്. ഈ മേഖലയിലാണ് കൃഷിഭവന് ഏറ്റവും കർഷകരുള്ള മേഖലയിൽ നിന്നാണ് കൃഷിഭവൻ ഇന്ന് പട്ടണക്കാവ് ഒരു അപ്രസക്തമായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ കൃഷിഭവൻ മാറ്റിയത്. ഇതിൻ്റെ പിന്നിലെ എന്താണ് അജണ്ട എന്നുള്ളത് നമുക്ക് വ്യക്തമായി. ഇവർ പറഞ്ഞതാണ് മണ്ണ് പരിശോധന നടത്തി എന്നാണ് പറഞ്ഞത്. ഈ മണ്ണ് പരിശോധന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ തീർത്തും ഒരു പ്രദേശത്തോട് ഒരു വിഭാഗത്തോട് കർഷകരോട് കാണിക്കുക ഏറ്റവും വലിയ ദ്രോഹം. 60 ലക്ഷം രൂപേൻ്റെ ഒരു വർക്ക്, പിന്നെ കേന്ദ്ര സംസ്ഥാന വർക്ക് മാക്സിമം 2 കോടി രൂപേൻ്റെ ഒരു വർക്ക് എന്നാണ് പറയും. ഈ വർക്ക് വരുമ്പോൾ തിരുനാവായ ഈ കൃഷിഭവന് കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കർഷകരെ ഉപയോഗങ്ങൾ നടത്തുന്നുണ്ട്, അവരുടെ ധനസഹായങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലൊന്നും ഇവിടെ തടസ്സങ്ങളില്ല. പക്ഷേ ഈ കൃഷിഭവൻ എന്തുകൊണ്ട് ഈ തിരുനാവായ പ്രദേശത്ത് നിന്ന് ആദവനാട് കൽപ്പഞ്ചേരി പട്ടണക്കാവ് പ്രദേശത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്ത് മാറ്റുന്നത്. പിന്നെ രണ്ടാമതൊരു വിഷയം നമ്പറിംഗ് ആണ്. തിരുനാവായ പഞ്ചായത്തിൽ നമ്പറിങ്ങിൽ പാവപ്പെട്ട നമ്പറിങ്ങിന് 3 കൊല്ലം 4 കൊല്ലമായി കയറി. ഇപ്പോഴത്തെ പഴയ കാലത്ത് ഒരു നമ്പർ ഇടുകയാണെങ്കിൽ പെർമിറ്റ് എടുത്തില്ല റെഗുലേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര പൈസ? 600 രൂപയാണ് 1000 സ്ക്വയർ മീറ്റർ. ഇന്ന് 16,000 രൂപ അടക്കണം. അതിന് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടാണ്. ഈ 16,000 ഇപ്പോൾ ജനങ്ങൾ പോയതുപോലെ. അതിന് പുറമെ ഈ 2015-16 വർഷത്തിൽ ഞങ്ങൾ ഇറങ്ങി പോരുമ്പോൾ ലൈഫ് ഭവന പദ്ധതി അങ്ങനെ ഒരു പദ്ധതിയില്ല. പദ്ധതി ഉള്ളത് EMS ഭവന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ വരുമ്പോൾ അന്ന് പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ടും ഗവൺമെൻറ് സഹായം കൊണ്ടും നടന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഒന്നും എന്തുകൊണ്ട് തീർത്തും ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. ഒരു കൊല്ലത്തിൽ ഒരു മെമ്പർക്ക് 2 വീട് കൊടുക്കായിരുന്നു. അങ്ങനെയുള്ള 10 വീട് EMS ഭവന പദ്ധതി. ആ പദ്ധതി അട്ടിമറിച്ച് EMS ഭവന സ്വന്തം പാർട്ടി നേതാവിൻ്റെ പേര് ഉള്ളൊരു പദ്ധതി KT ജലീൽ മന്ത്രി കഴിയുമ്പോൾ ലൈഫ് ഭവന പദ്ധതി. ആ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഫസ്റ്റിൽ 75,000 രൂപ, പിന്നെ അത് 2 ലക്ഷം രൂപ SC/ST വിഭാഗത്തിന് 2.5 ലക്ഷം രൂപ. ഇന്ന് തിരുനാവായ പഞ്ചായത്തിൽ ഞങ്ങൾ അന്ന് 5 കൊല്ലം ഇരുന്നപ്പോൾ 200 ചില വീട് ഞങ്ങൾ കൊടുത്തിട്ട് ഇറങ്ങിയത് 2015-16 വർഷത്തിൽ 10-15 വർഷത്തിൽ. ഇപ്പോൾ ഇന്ന് അറിവ് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാക്കുകൾ വിശദമായ വിവരം എനിക്ക് കിട്ടിയില്ല. 27 വീടിനാണ് എഗ്രിമെൻറ്റ് വെച്ചുള്ളത്. 170 വീടിനാണ് അനുമതി കിട്ടിയത്. ഈ അനുമതി കിട്ടിയ 170 വീട്ട് ഏത് കാലത്ത് പണി ചെയ്യും? അപ്പോൾ മാക്സിമം 7 കൊല്ലം കൊണ്ട് 400 വീട് പദ്ധതി EMS ഭവന പദ്ധതി നടക്കേണ്ടതായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാട് കൊണ്ടാണ് അത് ജനങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമില്ലാതായത്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ജനകീയമായുള്ള പ്രശ്നങ്ങൾ ഇവിടെ ആകെ നടക്കുന്നത് എന്താണ്? പഞ്ചായത്തിൽ വർഷങ്ങളായി നടക്കുന്ന നികുതി പിരിവ് അത് യാതൊരു തടസ്സവുമില്ല. മാർച്ചോട് കൂടി അവസാനം ഇപ്പോഴത്തെ 80%, 75% നികുതി പിരിവ് കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് എന്താ കിട്ടാത്തത്? റോഡ് വികസനം നടക്കണില്ല, പാവങ്ങളെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നടക്കില്ല, വീട് റിപ്പയർ പൈസ കൊടുക്കണില്ല. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് നക്കാപ്പിച്ച നീക്കി വെക്കുന്നു. ഗവൺമെൻറ് ആണെങ്കിലോ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ പ്രാവശ്യം 60 ലക്ഷം രൂപ പിടിച്ചിരിക്കുന്നു. എങ്ങനെ വികസനം നടക്കും? അത് കഴിഞ്ഞ വർഷം 2 കോടിയായിരുന്നു അവർ. അപ്പോൾ തീർത്തും ജനകീയമായി നിൽക്കേണ്ട ഒരു സെൽഫ് സർക്കാരാണ് പഞ്ചായത്ത്. സ്വന്തമായിട്ട് അധികാരം കിട്ടിയ പഞ്ചായത്താണ്. രാജീവ് ഗാന്ധി കൊടുത്തൊരു നിയമമാണ് പഞ്ചായത്ത് രാജ് ബില്ല്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനം ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഒന്ന് ഈ ആൾക്കാർ നമ്പറിങ് അതേമാതിരി തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ഓഫീസ് സേവനം കിട്ടാത്തത്, ഉദ്യോഗസ്ഥന്മാർ വരിക തിരുവനന്തപുരത്തുണ്ട് വരിക ഇവിടെ ചാർജ് എടുക്കുക, അവിടെ തന്നെ കൊടുക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ യൂണിയൻ്റെ ഓഫീസിൽ സ്ഥലം മാറ്റത്തിന് കൊടുക്കുക, ഇവിടെ വരിക ചാർജ് എടുക്കുക പോവുക, 15 ദിവസം കഴിഞ്ഞിട്ട് വരിക സ്ഥലം മാറ്റം വേണ്ടി പോവുക. ഈ നടക്കലോടെ 3 കൊല്ലമായി. ഉദ്യോഗസ്ഥന്മാരില്ല. നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നോക്ക്, 11 മണി കഴിഞ്ഞാൽ നോക്ക് സീറ്റ് 80% കാലിയാണ്. ഇപ്പോൾ സെക്രട്ടറി എത്ര ദിവസമായി മാറുന്നത്?
ഈ 3 കൊല്ലത്തിലേക്ക് ചുരുങ്ങിയത് 10 സെക്രട്ടറി ഇവിടെ മാറിയിട്ടുണ്ടാവും. ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി എസും ജേസുലാണ് പിന്നെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് അവസാനിപ്പിക്കണം. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ സ്വാധീനം സംഘടനാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക. ഈ നിലപാട് മാറ്റണം. എന്നാലേ ജനങ്ങൾക്ക് സേവനം കിട്ടുള്ളൂ. ഇപ്പോൾ 3 കൊല്ലമായിട്ട് നമ്പർ ഇങ്ങനെ കൊടുത്താൽ നമ്പർ ഇട്ട് കൊടുക്കുന്നില്ല. ന്യായീകരണങ്ങൾ പറയണേ. ഒരു 5 സെൻറ്റ് വാർഡിൽ 5 സെൻറ്റ് സ്ഥലമാണ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് 1/2 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് റോഡിന് വേണ്ടി വിട്ടുകൊടുത്തത്. ജനങ്ങൾക്ക് ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ജനകീയമായിട്ട് ജനങ്ങൾ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. ആ ബോർഡ് മീറ്റ് അവസാനിക്കുന്ന നേരം ഈ പരിപാടിയിൽ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞൊരു പരിഹാരം കാണില്ല. അനിശ്ചിതകാല നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോകും. യാതൊരു പടിയില്ല. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യും. ഒറ്റയാൻ സമരമാണ്. ഒറ്റയാൻ ജനങ്ങൾ സഹകരിക്കാം. പക്ഷേ 2 പദ്ധതി തിരുനാവായ പഞ്ചായത്ത് 17-ാം വാർഡിൽ പോയിട്ടുണ്ട്. ഒന്ന് സിമൻറ്റ് യാർഡിൻ്റെ പൊടിശല്യം ഇതൊക്കെ വേണ്ടി 60 ലക്ഷം റുപ്യ ഫണ്ട് വെച്ചത് സാങ്കേതികത കാരണം പറഞ്ഞ് മാറ്റിവെച്ചു. ഇപ്പോൾ 2 കോടി റുപ്യ കൃഷിഭവന് 2 കോടി റുപ്യ 60 ലക്ഷം 2 കോടി എന്നൊക്കെ പറയുന്നത്. ആ കൃഷിഭവനും ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് തിരുനാവായ അടക്കത്തിൽ നിന്ന് പോകുന്നു. ഇവിടെ ആയുർവേദ ഡിസ്പെൻസറി കാർത്തൂർക്ക് വേണം. ഹോമിയോ ഡിസ്പെൻസറി അജിതപ്പടിക്കൽക്ക് വേണം. പട്ടണക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സ് വട്ടക്കാവിൽക്ക് വേണം. അതേമാതിരി വികസന പ്രവർത്തനം പട്ടണക്കാവ് മാതൃകാവ് മേഖലക്ക് കാർത്തൂർ മേഖലക്ക് വേണം. കൃഷിഭവനും കാവൽക്കും. എടക്കോത്തുകാർ 3 മെമ്പർമാരുണ്ട്. LDFിൻ്റെ മെമ്പർമാരെ നമ്മൾ രാഷ്ട്രീയമറിയില്ല. അവർ ഒരു വിയോജനക്കുറിപ്പ് പോലും ഈ ബോർഡ് മീറ്റിംഗ് നടന്നതിന് ശേഷം ഇത് അടക്കോത്ത് നിന്ന് കൊണ്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അവർ അധികാര വിയോജനക്കുറിപ്പ് മിനിസ്റ്റർ ബുക്കിൽ ചെയ്താൽ. പക്ഷേ ഈ മെമ്പർമാർ കഴിഞ്ഞ പ്രാവശ്യം മൗനമായിട്ടിരുന്നു. ഈ സ്ഥാപനം അടക്കോത്ത് നിന്ന് പോകാൻ. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു പ്രദേശത്തോട് കാണിക്കുന്ന തമ്മാട്ടനാണ്. വ്യക്തി സ്വാജാധിപത്യ നിലപാടാണ്. ഈ നിലപാട് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട സമിതി എന്ന് പറഞ്ഞാൽ പ്രത്യേക അധികാരം. 26 സ്ഥാപനം ഉണ്ടെന്ന് ഈ ജലീൽ മന്ത്രി 6 സ്ഥാപനം പിടിച്ചത്. ഇന്ന് 20 സ്ഥാപനം പഞ്ചായത്തിന് കീഴിൽ സ്വയംഭരണ സർക്കാർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ ഇന്നുകൊണ്ട് പോയി. ആദ്യം ഇവിടെ വികസനം നടക്കണം, ജനങ്ങൾക്ക് സ്വപകാരം കിട്ടുന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതൊക്കെ അനാസ്ഥ നടക്കും. ഈ അനാസ്ഥക്കെതിരാണ് ഒരു സൂചന എന്ന നിലയ്ക്ക് ഇന്നത്തെ ഒരു പരിപാടി. സമരത്തിന് നോട്ടീസ് കൊടുത്തു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ജനാധിപത്യ രീതിയിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എന്നത് ഇന്നിപ്പോൾ ഒരു സൂചന എന്നുള്ളത്. ഇനി ഇതിനൊരു പരിഹാരം പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥന്മാരും ചെയ്തിട്ടില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ അടുത്ത ഡേറ്റ് തന്നെ കൊടുത്ത് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നോട്ടീസ് കൊടുക്കും. അതിന് ഒരു പൊടിക്ക് ഇനി ഇതിന് പിന്നോട്ട് പോരുന്ന ഒരു പ്രശ്നമില്ല. ഇത് ഒരു പ്രദേശത്തെ വികസനത്തിൽ നിന്നും പിന്നോക്കം വലിക്കുക, അവഗണിക്കുക, അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ആ വിഷയം അവസാനിപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ സമരത്തിൻ്റെ കോലം മാറിക്കൊണ്ട് സമരം നമ്മൾ ചെയ്യാം. അപ്പോൾ ഒറ്റയാൻ സമരത്തിന് നമ്മൾ ചെയ്യാം. സഹകരിക്കാൻ ആൾക്കാർ സഹകരിക്കാം.